കോഴിക്കോട് DMO ഓഫീസിൽ ഇന്നും DMOമാരുടെ കസേരകളി. നിലവിലെ DMO ഡോക്ടർ N രാജേന്ദ്രനും പുതിയ DMO ആശാദേവിയും ഓഫീസിലെത്തി. കോടതി ഉത്തരവ് തനിക്ക് അനുകൂലമാണെന്ന് ഡോക്ടർ ആശാദേവിയും നിയമപരമായി താനാണ് DMO എന്ന് ഡോക്ടർ രാജേന്ദ്രനും പറയുന്നു. ആരാണ് യഥാർത്ഥ DMO എന്നറിയാതെ വട്ടം ചുറ്റുകയാണ് ജീവനക്കാർ. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, ഇത് ഇന്നലെ മുതൽ തുടങ്ങിയതാണ്, ഇന്നും അത് ആവർത്തിക്കുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ്? മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു അടിയന്തര ഇടപെടൽ വേണ്ടതല്ലേ? ഇത് ജീവനക്കാർക്കുൾപ്പെടെ ഉണ്ടാക്കുന്ന ഒരു ആശയക്കുഴപ്പം ചെറുതല്ലല്ലോ. കോഴിക്കോട് ഇപ്പോൾ 2 DMOമാർ എന്നുള്ള അവസ്ഥയാണ്. ഇന്നലെ സ്ഥാനമേറ്റെടുക്കാൻ, ചുമതല ഏറ്റെടുക്കാൻ വന്ന ആശാദേവി, ഒപ്പം തന്നെ നിലവിലെ DMO N രാജേന്ദ്രൻ കസേരയൊടിയാൻ തയ്യാറാകുന്നില്ല. ഇന്നിപ്പോൾ 2 കസേരകളിൽ മുഖാമുഖം നോക്കിയിരിക്കുകയാണ് ഈ DMOമാർ എന്നുള്ളതാണ്. രാഹുൽ, ഇന്നലെ തുടങ്ങിയതാണ്, മണിക്കൂറുകൾ കുറെ കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് മന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല? ജീവനക്കാർക്കൊക്കെ ഇത് ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം വളരെ വലുതാണല്ലോ. അനുജ, കോഴിക്കോട്ടെ യഥാർത്ഥ DMO ആരാണെന്നതിൽ തർക്കം ഇപ്പോഴും തുടരുകയാണ്. രണ്ടുപേരും ആ കസാരയ്ക്ക് വേണ്ടി ഈ ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ട കാഴ്ചയാണ്, അതിന് സമാനമായ കാഴ്ചയാണ് ഇന്നുമുള്ളത്. 2 DMOമാരും DMO ഓഫീസിൽ താനാണ് DMO എന്ന തരത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ 2 DMOമാർ ഇവിടെ എത്തിയ സംഭവത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണം. ഭരണസ്തംഭനം ഈ DMO ഓഫീസിലുണ്ട്, അതിന് ഒഴിവാക്കണം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന ആവശ്യവുമായാണ് ഇപ്പോൾ NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. കോഴിക്കോട് DMO ഓഫീസിൽ ഭരണസ്തംഭനമുണ്ട്, ഇന്നലെ തുടങ്ങിയതാണ്. അതിൽ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ ഇനിയും ഉണ്ടായിട്ടില്ല. അതിലുള്ള NGO അസോസിയേഷന്റെ പ്രതിഷേധവും അവിടെ തുടരുന്നു.